മാങ്കൂട്ടത്തിലിൻ്റെ കോഴിപ്രവർത്തനങ്ങൾക്കെതിരെ തെരുവിൽ തീതുപ്പിയ ഡിഫിക്കുട്ടനും റാന്നി ഏരിയ കമ്മിറ്റി മെമ്പറുമായ സദ്ഗുണ സമ്പന്ന സദാചാര ഗുണശീല ബലാത്സംഗ ചഹാവിൻ്റെ തീവ്രത അളന്നു നോക്കാൻ ബാലൻ സഹാവ് റാന്നിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. കുറ്റം പ്രണയം നടിച്ചുകൊണ്ട് കൊണ്ടു നടന്ന് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുകയും എന്നിട്ട് അവർക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കുകയും ആ ഗർഭം നിർബന്ധപൂർവം അലസിപ്പിക്കാൻ ഫോഴ്സ് ചെലുത്തുകയും ചെയ്ത ആളും ചെറിയവനല്ല. ഇത് തന്നെയല്ലേ മാങ്കൂട്ടത്തിനുള്ള അസുഖം? പത്തനംതിട്ട റാന്നിയിൽ വിവാഹ വാഗ്ദാനം നൽകി CPM നേതാവ് പീഡിപ്പിച്ച കേസ് പോലീസും CPM നേതൃത്വവും ചേർന്ന് അട്ടിമറിച്ചെന്ന ആരോപണം. വിവാഹം കഴിക്കുമെന്ന് പാർട്ടി ഉറപ്പു തന്നെങ്കിലും അത് നടന്നില്ലെന്ന് പരാതിക്കാരി പറയുന്നു. റാന്നി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അലൻ മാത്യു ആണ് കേസിലെ പ്രതി. 2023 മുതൽ ഞങ്ങൾ തമ്മിൽ പരിചയം സൗഹൃദം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതേപോലെ 2025 ഒരു ജൂലൈ മാസമൊക്കെ ആയപ്പോഴത്തേക്കിനും വിവാഹം കഴിക്കാമെന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് 2025 ഡിസംബറിലേക്ക് മാരേജ് ചെയ്യാം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ആള് മറ്റേ ഇലക്ഷൻ ഉണ്ടായിരുന്നു, ഇലക്ഷന് മത്സരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇലക്ഷനൊക്കെ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് രജിസ്ട്രേഷനുള്ളതെല്ലാം കൊടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആള് പതുക്കെ ഇതിൽ നിന്നിട്ടും ബാക്ക് ഔട്ടായി. CPM റാന്നി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അലൻ മാത്യു പ്രതിയായ കേസിലാണ് അതിജീവിതയുടെ പരാതികൾ. വിവാഹ വാഗ്ദാനം നൽകി പലവട്ടം പീഡിപ്പിച്ചു. ഗർഭിണിയായപ്പോൾ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പു നൽകി. CPM നേതാക്കളും അലന്റെ കുടുംബവും ഒപ്പമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആരോഗ്യ കാരണങ്ങളാൽ ഗർഭമലസിയതോടെ അലൻ വാക്കുമാറ്റി. ഇതോടെ പരാതിയുമായി കലക്ടറെയും SP-യെയും സമീപിച്ചു. കേസെടുക്കാൻ നിർദ്ദേശം നൽകി SP കൈമാറിയ പരാതി CPM നേതാക്കളും റാന്നി പോലീസും ചേർന്ന് അട്ടിമറിച്ചു എന്നാണ് ആരോപണം. മനോവിഷമത്തിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ ശേഷമാണ് പോലീസ് മൊഴി വാങ്ങി കേസെടുത്തതെന്നും പരാതിക്കാരി പറയുന്നു. ആത്മഹത്യാശ്രമം നാട് മുഴുവൻ അറിഞ്ഞതും നാണക്കേടായി. 23-ന് വിവാഹം കഴിക്കുമെന്നായിരുന്നു പാർട്ടി ഉറപ്പു നൽകിയത്. പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സംസാരിച്ചിട്ടുണ്ട്, 23-ാം തീയതി വിവാഹം നടത്തും എന്നുള്ളതാണ് പറഞ്ഞത്. ഒരു പാർട്ടിയായിട്ട് ബന്ധമില്ല, ഞാൻ ജോലിയോട് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പാർട്ടിക്കാർ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത്. പരാതിക്കാരി അപകടനില തരണം ചെയ്തു. മജിസ്ട്രേറ്റ് രഹസ്യമൊഴി രേഖപ്പെടുത്തി. പ്രതി അലൻ മാത്യു ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മത്സരിച്ച ആളാണ് അലൻ.